ഓരൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു വെക്കറക. പിന്നെ എന്റെ കാര്യത്തിൽ ഇതൊരു തീരുമാനം അയച്ചില്ല. തീരുമാനം ആകാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് കൊടുക്കി പോയി വരായിരുന്നു. അവിടെ ഞാൻ ഈ തോട്ടൊക്കെ പാട്ടത്തിനെടുത്തിട്ട് പണിക്കാരാക്കി പോന്നിക്കാണ്. നിങ്ങൾ എന്തെങ്കിലും തീരുമാനമാക്കി തരാന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വരായിരുന്നു. നാസറാജിനെയും ബലോ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വല്യാക്കും ബലൊന്നും കൊണ്ട് അടുക്കണില്ല. റസിയാബി പെരീക്ക് വന്നപ്പോഴേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മള് 2 ദിവസം കൂടി ഇവിടെ നിൽക്കേ, നമുക്കേ ഇതൊരു തീരുമാനം ഉണ്ടാവും. ആയിക്കോട്ടെ. എത്ര മൂസം കുട്ടിയാ സെക്യൂറാക്കാരുടെ കഥ. ഇപ്പോഴും ആ ഫാറൂഖിന്റെ ഒപ്പം ഇങ്ങനെ നടക്കണം, ഓനും കൂട്ടുപിടിച്ചു പോകുന്നു. സുഖോ ഇജ് പറയേണ്ടതാണ് എന്റെ അഭിപ്രായം. ആട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടത് ആ ചങ്ങായിന് കൂത്തുവെച്ചേർക്കേണ്ട വല്ല കാര്യം മൂപ്പർക്കുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോഴും കൂത്തുവെച്ചേർക്കണം. പക്ഷേ നമ്മളാ റസിയാവിണ്ടല്ലോ മൂപ്പരെ നമ്മളെ സെക്യൂറാക്ക് പെരുത്ത് എന്ന് പറഞ്ഞ പോലെ പെരുത്ത്. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തില് മൂപ്പര് ഓളെ കാണാൻ പോകുമ്പോഴും പിന്നെ അന്ന് കുറച്ച് കത്ത് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ആണല്ലോ. ഇന്നത്തെ മാതിരിയല്ല. അതിനൊക്കെ മൂപ്പരെ വൈത്താലെ പോയത് ഞാനാ. ഇപ്പൊ മൂപ്പര് എന്താ ചെയ്യേണ്ടത്? ആ ഫാറൂഖ് ഉണ്ടല്ലോ, ഓനക്ക് കെട്ടിച്ചു കൊടുക്കുക. ആലോചിക്കുമ്പോ ഒരർത്ഥത്തില് മൂപ്പര് ചെയ്യേണ്ടത് ശരി തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. തോന്നാനില്ല, കാര്യങ്ങൾ അങ്ങനെയാണേ. എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ആയിക്കോട്ടെ, ഒന്നുകൂടി നോക്കാം. പിന്നെ ഇതിപ്പോ ഞമ്മള് മാത്രം അങ്ങനെ ബന്ധപ്പെട്ടോണ്ട് കാര്യമില്ലല്ലോ. എന്റെ ഇമ്മയും എളാപ്പിയൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാലേ നാസറാജിന് മുജീബാക്കാനൊക്കെ ഒന്ന് കണ്ടാൽ കുറച്ചും കൂടി അതല്ലേ നന്നാവുക. ഞാൻ അങ്ങനെ പറഞ്ഞൊരു പരിധി ഇല്ല ഫാറൂഖെ. അല്ല, ഇമ്മാനെ നമുക്ക് കൊണ്ടുവരാം. ചേളാപ്പാരൊന്നും ബന്ധപ്പെടില്ല, ഓലൊക്കെ ഹൈ ലെവലാണ്. ഇമ്മാനെ ഞാൻ കൊണ്ടുവരാം. നമ്മനേലും വിളിച്ചു കൊടുത്തിട്ടേ ആ കാര്യങ്ങള് എനിക്കിപ്പോ എന്താ പറയാനുള്ളത് അറിയോ? ജോളിയും കുട്ടീനെ നല്ലോണം നോക്കിയാൽ മതി. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. മുസകുട്ടിയെ വണ്ടി എടുക്കടാ. സെക്യൂർ ഇങ്ങനെ നിരന്തരം വന്നങ്ങാണ്ട് എന്നോട് ഇങ്ങനെ ഈ കാര്യം പറയും, ഫാറൂഖിന്റെയും റസിയാന്റെയും. ഞാൻ ഈ കാര്യം പിന്നെ ഖാദറാക്കാനോടും പറയും, റിയാസിനോടും പറയും. അവർക്ക് ഇതിൽ യാതൊരു താല്പര്യം കാണുന്നില്ല. പിന്നെ എന്ത് തീരുമാനം നമ്മൾ ഇതിനകത്തെടുക്കുക? അതന്നെ ഞാനും പറഞ്ഞിട്ട് ആചാര്യ, ഇവർക്ക് ആർക്കും ഇപ്പൊ ഇതിലൊരു താല്പര്യമില്ല. ഖാദറാക്കായാലും റിയാസിനായാലും. പിന്നെ ഇപ്പൊ ഇപ്പം എന്തിനപ്പോ ഇതിന്റെ വൈത്താലം ഇങ്ങനെ നടക്കണം എന്നുള്ളതാ. ഈ ഒരു കാര്യത്തിൽ ഏതായാലും ഓൻ ചെയ്യുന്ന ഈ പരിപാടിയോടെ എനിക്ക് ഒരു യോജിപ്പില്ല. ഫാറൂഖിന് ഇപ്പൊ ഓന്റെ വാപ്പല്ലേ ഇല്ലാത്തുള്ളൂ. പിന്നെ ഓന്റെ ഈ കാര്യം പറഞ്ഞങ്ങാണ്ട് ഓന്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ നമ്മളടുത്ത് വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആകെ വന്നത് ഇപ്പൊ ഓന്റെ അമ്മോന്റെ മാനാണെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങായിയാ വന്നത്. ഓ ഇപ്പൊ ഗൾഫിക്ക് പോവുകയും ചെയ്തു. പിന്നെ ഇപ്പൊ ഈ കാര്യത്തിൽ എന്ത് തീരുമാനം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എടുക്കുക? സംഭവം മുജിവാക്ക, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫാറൂഖിന്റെ കാര്യത്തില് എനിക്കൊരു വിശ്വാസം ഇല്ല കേട്ടോ. ഞമ്മക്ക് എന്താ ഓന്റെ നാട്ടിലൊന്നും പോയി അന്വേഷിച്ചാല്? അതിപ്പോ മുനീർ പറഞ്ഞതിൽ കാര്യമുണ്ട് മുജീബേ. കാരണം ഓന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാല് ഓന്റെ ഉമ്മയും ഓന്റെ എളാപ്പിയും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവിടെ പോയി അന്വേഷിച്ചാൽ അതിന്റെ വ്യക്തമായ ഒരു അറിവ് നമുക്ക് കിട്ടും. അതായിക്കോട്ടെ ആചാര്യ, ഞാനും മുനീറും കൂടിയേ ഒന്ന് പോയിക്കാണ്ട് വരാം. അവിടെ സെക്യൂരി പറഞ്ഞീനേ നമ്മൾ എടുത്തുവെച്ചാണ്ട് ചാടാൻ വരട്ടെ. എന്നാ പിന്നെ നിങ്ങളെ ആ വിവരം എന്നോട് പറഞ്ഞാൽ മതി, കേട്ടില്ലേ? ആയിക്കോട്ടെ. ഫാറൂഖ്, ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വാ. ശരി ശരി. നിങ്ങൾ എന്തിനാ മുരേട്ട ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഞാൻ എത്തിക്കോളെ പറഞ്ഞല്ലേ. എനിക്ക് അവിടെ നിക്കാൻ പറ്റണ്ടേ? എനിക്ക് അവിടെ നിക്കപ്പുറത്തില്ല. എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ജാമ്യം നിന്നല്ലേ. ഞാൻ കുട്ടികളും കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നതാണ്. ഇതൊന്ന് ഒഴിവാക്കിത്താ. ഒരു 2 ആഴ്ച ഗ്യാപ്പ്, കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി വരുന്നുണ്ട്. നിങ്ങൾ ഓലെ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തൽക്കാലം പോയി. എന്നോട് ഞാൻ അന്നേ പറഞ്ഞാണ് ഗൗഡന്റെ കെണി ചെന്ന് തലണ്ടാവും. ഈ ഇന്നം കൂടെ കൊടുക്കി. ഈ എന്നോട് പറഞ്ഞു എന്റെ നാട്ടിൽ ചെന്നിട്ട് ഉമ്മാന്റെ ഒരു സ്ഥലം വെച്ചിട്ട് പൈസ കൊണ്ടുവരാന്നാ പറഞ്ഞു. ഞാൻ എന്നെ അന്വേഷിച്ച എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിരുന്നു. ഉമ്മ പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കൂല പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിഞ്ഞ് ഈ എന്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ നാട്ടിലാണ്. ഈ ഇപ്പൊ ഇനി പൈസക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എന്റെ തല കളയരുത്. അനക്കറിയാലോ എവിടെയുള്ള സ്വഭാവം. ഈ കുടുംബം നോക്കി കളഞ്ഞ പൈസ ഒന്നല്ലല്ലോ, ചീട്ട് കളിച്ച് കളഞ്ഞ പൈസ അല്ലേ. നിങ്ങളൊരു പേടിയും വരക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഈ കാക്കാനോട് ചോദിച്ചു നോക്ക. ഇക്ക, നിങ്ങൾ ഇവിടെ ഉള്ള ഈ കോയിക്കപ്പറമ്പില് സത്താറിന്റെ വീട് ഏതാ? സത്താറിന്റെ വീടോ? സത്താറിന്റെ വീട് ഈ കാണുന്ന തന്നെ ആ വീട്. ഉണ്ടാവോന്നറിയില്ല, ചെന്ന് നോക്കി, ചിലപ്പോ കാണുമായിരിക്കും. എന്നാ ഓക്കെ, ശരി. എടി ഞാൻ ഇറങ്ങട്ടെ കേട്ടോ.
അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നിങ്ങൾ സത്താറാക്കല്ലേ? ഫാറൂഖിന്റെ ഒക്കെ എളാപ്പ? ആ അതെ അതെ. എവിടുന്നാ? ഏതായാലും കേറിയിരിക്കേ. നിങ്ങളിപ്പോ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എവിടുന്നാ? ആ, ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ്. ഫാറൂഖ് കല്യാണം കഴിച്ചേ നാട്ടിൽ നിന്ന് വരികയാണ് ഞങ്ങള്. അപ്പൊ നിങ്ങളെ കണ്ടിക്കാട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വന്നതാ. ഫാറൂഖ് കുറച്ച് മുമ്പോട് വന്നിരുന്നു. അന്നെന്തോ കൊടകിലാണെന്നൊക്കെ പറഞ്ഞത്, എനിക്കറിയില്ല. എന്തായാലും എന്തിന്റെ കാര്യം എന്തായിരുന്നു? ആ, ഫാറൂഖ് ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട് കുറച്ചായിട്ട്. അപ്പൊ ഓനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം സംസാരിക്കാനും കൂടി ഞങ്ങളിപ്പോ വന്നത്. അപ്പൊ ഓന് ആദ്യം കല്യാണം കഴിച്ചതിന്റെ ആ കുട്ടീനെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിട്ടൊക്കെ അവിടെ വന്നു. വരിക എന്നല്ലാതെ ബന്ധപ്പെട്ട ആരോ ആയിട്ടോ ഇതുവരെ ഞങ്ങളിട്ടൊക്കെ അവിടെ വരിക കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ ഞങ്ങളെ എളാപ്പുണ്ട് എന്നുള്ളൊരു ഇതേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നിങ്ങളോട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ള നിലക്ക് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാവും ഇങ്ങോട്ട് പോകുന്നതാ. സംഗതി ഓൻ എന്റെ ജ്യേഷ്ഠന്റെ മോനൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഓനോ എൻ്റെ അമ്മയൊന്നും എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. കുറച്ച് മുമ്പ് വന്നപ്പോ എന്തോ ഒരു 5 സെന്റ് സ്ഥലം വെക്കണം എന്ന് പറഞ്ഞ് ഉമ്മേറ്റ് വന്ന് സംസാരിച്ച് ഉമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്തൊക്കെ ഉമ്മേറ്റ് പ്രശ്നക്കണ്ടവിടെ കടബാധ്യത എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു അറിവ് എനിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അത് മുജീബാക്ക, ഓന്റെ എളാപ്പായ മൂപ്പര് വരെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സത്താറാക്ക, ഓനിപ്പോ നാട്ടിൽ വന്ന് റസിയാനെ തിരിച്ചെടുക്കണം എന്നാ പറയുന്നത്. അതിനവിടെ പള്ളിക്കമ്മറ്റിനെയും കാര്യപ്പെട്ട ആൾക്കാരൊക്കെ കണ്ട് ഏകദേശം ഇപ്പൊ അതിന്റെ ചുറ്റുപാടിലാണ്. പിന്നെ ഓന് കൊടുകിൽ എന്തൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയണത്. പഴയമാരുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചുക്കണു. ഇപ്പൊ നല്ല നിലക്കാ പോണത്, നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉള്ള ഒരു രീതിയാണെന്നൊക്കെ അവിടെ വന്നു കണ്ടോ പറഞ്ഞ അറിവാണ് ഞങ്ങൾക്കുള്ളത്. എന്താന്നുള്ളത് അതിന്റെ ശരി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവൻ അവിടെ കൊടകിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ അവന് ഐറ്റങ്ങൾക്ക് ആകെയുള്ള ഈ 15 സെന്റ് 5 സെന്റ് വിൽക്കണം എന്ന് പറയണത്? അല്ലെങ്കിൽ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ഓന്റെ പരിപാടിയിൽ ഇടപെട്ടോടത്തോളം ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോ ഒന്നും ഇടപെടല വിചാരിച്ച് ഇരിക്കുകയാണ് ഇപ്പൊ ഞാൻ. ഓ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഇതൊന്നല്ല. ഏതായാലും ഇതിന്റെ നിജസ്ഥിതി അറിഞ്ഞത് നന്നായി. ഞങ്ങൾ ഇനിയിപ്പോ ഏതായാലും അവന്റെ ഉമ്മാനെ ഒന്ന് കണ്ട് സംസാരിക്കാണ്ട് പോവാ എന്നുള്ള നിലക്കെ. അതല്ലത് ആ നിങ്ങൾ എന്തായാലും ഓൻ ഉമ്മാനെ ഒന്ന് കണ്ടോളി. സംഗതി ഓനിന്റെ മോനൊക്കെ തന്നെയാണെങ്കിലും ഞാനുള്ള കാര്യം പറയാലോ, ഓന് വലിയ മാറ്റമൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഉമ്മാനെ കണ്ടാന്ന് ഞാൻ പറയില്ല, ഉമ്മാനെ കണ്ട് സംസാരിച്ചു നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി താത്ത ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്നോട് പറഞ്ഞോളൂല്ലോ കേട്ടോ. ആ സത്തറാക്ക, ഏതായാലേ ഞങ്ങൾ അവന്റെ ഉമ്മാനൊന്ന് കണ്ടാട്ടെ, കണ്ടിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാം. അതല്ലേ സംഗതി നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മോനെ പോയാലൊരു കുട്ടിയൊക്കെ ആയതല്ലേ, അപ്പൊ ഇനിയിപ്പോ തിരിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ നല്ല കാര്യം തന്നെ, അതൊന്നും ഞാൻ എതിരില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ ഉമ്മാനെ ഒന്ന് കണ്ടളി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ ആലോചിച്ച് ചെയ്യാം. അല്ല ചായ വെള്ളം എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട്. ചായ വേണ്ട കേട്ടോ, ഞങ്ങൾ വിളിക്കാം. ശരി ശരി ആയിക്കോട്ടെ. ഹലോ ഹലോ സാർ. കേക്കണില്ലല്ലോ. അതെ സാറേ, ഞാൻ ഫാറൂഖിനെ കണ്ടിരുന്നു. പൈസ കിട്ടിയിട്ടില്ല. പറഞ്ഞു സാറേ. ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞെന്താന്ന് വെച്ചാല് അവന്റെ ആദ്യത്തെ ഭാര്യനെ തിരിച്ചെടുത്താല് അവന് 10 പവന്റെ ആഭരണത്തിന്റെ പൈസ കിട്ടുമെന്നാ പറഞ്ഞു. എന്തായാലും അവൻ തരും സാറേ, ഞാൻ വാങ്ങിത്തരാം. ഞാനത് തിരിച്ചു വരികയാണ്. റിയാസേ, പന്നുട്ടവിടെ ഇരുന്നോ? ഇപ്പാ ഫാറൂഖിന്റെ റസിയാന്റെ കാര്യത്തിലേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് നാസറാജ് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ സെക്യൂറാക്കി അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ നമ്മള് തീരുമാനം എടുക്കുക? എന്തൊക്കെ തീരുമാനം? അതിനൊരു തീരുമാനമില്ല, ഇച്ചോട്ട് തീർപ്പതിയില്ല. അല്ലെങ്കിൽ തത്ത നമ്മളെ സെക്യൂരിന്റെ ഓന്റെ ഒരു കാര്യം അതിന്റെ പിന്നാണല്ലോ. ഇച്ചിപ്പോ അതാ അവിടെയാണ് ചാത്തത്. അതിപ്പോ നിങ്ങള് പറഞ്ഞ അഭിപ്രായം തന്നെ എന്റേത്. പക്ഷെ ഇപ്പൊ സെക്യൂറാക്കി എന്നോട് ഇങ്ങനെ അത് പിന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞാണ്ടേ അത് നിങ്ങൾ നടത്തി കൊടുത്താളി എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുക. ഞാൻ പിന്നെ മൂപ്പരോട് എന്താ പറയാ? അപ്പൊ ഞാൻ കേസ് എന്നൊക്കെ മൂപ്പരല്ലേ കഴിച്ചിലാക്കിയത്.
എന്തായാലും നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. താത്താന്റെ അഭിപ്രായം എന്താന്ന് നോക്കിയിട്ട് അത് ചെയ്യല്ല നല്ലത്. എന്താന്ന് ചോദിച്ചു നോക്കാൻ നല്ലത് ഇപ്പോ. അതന്നെ അല്ലേ റസിയാബിയ, സജന, സുറാബിയ, അവ എന്നാണ് എല്ലാരും. ഞങ്ങളും ഇങ്ങനെ പറയുന്നേ അന്റെ ഫാറൂഖിന്റെയും കാര്യേ ഇച്ചിപ്പോ അതുപോലെ ഏർപ്പതിയൊന്നുമില്ല. ഇപ്പൊ എന്റെ ഏർപ്പതിലല്ലല്ലോ കാര്യം. ഇതിലിപ്പോളേ അനക്കഞ്ഞിപ്പോ ഓന്റെ ഒപ്പം ഇങ്ങനെ കല്യാണമെന്നുണ്ടോ അത് ഒന്ന് പറ. എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ പറയണത്? നിങ്ങളിത് ഇങ്ങനെ പറയണത് അത് അങ്ങനെ പറയണത്. ഞാൻ എല്ലാരും കൂടെ എന്നെ അടങ്ങാറാക്കണത്. ഇതിലാണ് നല്ല നിങ്ങൾ ഞാൻ കല്യാണിക്കൊണ്ടത് കെട്ടിത്താപ്പാണ്. ഇപ്പ താത്താക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. നിങ്ങൾ നാസറാജിനോടോ ആരോടോ വെച്ചാല് തീർത്തെടുത്ത് പറഞ്ഞാലേ അത് വേണ്ടാന്ന്. അല്ലേലും ഇപ്പാ താത്താക്ക് താല്പര്യമില്ലാത്ത കേസ് ഇപ്പൊ നമ്മളിങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത നമ്മള് സെക്യൂറാക്കാണ്. ഇപ്പാ ആരോ വരുന്നുണ്ടല്ലോ. അല്ലമ്മ ഇതെന്നാവോ പേരാ? ഇതന്നെ ഈ കാര്യം എന്തായാലും മനുഷ്യന്മാരെല്ലാം ഇരിക്കണം ചോദിച്ചാ അറിയില്ലേ? ചേലാമ്പറ കാതറാക്കാന്റെ വീട് തന്നെയല്ലേ? ഇപ്പ ഞാനാ കാതറ്. ആരാ? എവിടുന്നാ? എന്താ? നിങ്ങളെ ഫാറൂഖിനെ വിളിച്ചാണ്. ഓനറിയാം ഞങ്ങൾ ആരാ എന്താന്നൊക്കെ. ഫാറൂഖോ? ഫാറൂഖ് എങ്ങനെ ഇവിടെ ഉണ്ടാവണു? നിങ്ങൾ എന്തിനാ ഫാറൂഖിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിക്കണു? ഇവിടെ അല്ല ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? നാടായ നാട് മുഴുവൻ അന്വേഷിച്ചു. എന്റെ കുട്ടിന്റെ വാപ്പയാണ് ഫാറൂഖേ. ഫാറൂഖ് നാട്ടിലും പെരിലും പോയി അന്വേഷിച്ചപ്പോ ഇവിടെയുള്ള താമസം എന്ന് പറഞ്ഞല്ലോ. അമ്മേ, നിങ്ങൾ ഫാറൂഖിന്റെ പെണ്ണുങ്ങളോ? നിങ്ങൾ എവിടുന്ന് വരുന്നേ? ഞാൻ ഫാറൂഖിന്റെ പെണ്ണുങ്ങളാണ്. ഞങ്ങൾ കൊടുക്കുന്നാണ് വരുന്നത്. ഇതിന്റെ ഉമ്മയാണ്, ഇതിന്റെ ആങ്ങളാണ്. എത്തൊക്കെ റബ്ബേ ഈ കേക്കണത്? എത്തിയേക്കണു ഇച്ചത് ആരും അറിയാലോ. അതിന് എല്ലാന്ന് ഇപ്പൊ അനക്കൊക്കെ തീർപ്പതി ആയില്ലേ? ഓനൊരു ഫാറൂഖ് ഒക്കെ കൂടെ അറ്റക്കളിഞ്ഞി പാണ്ടാറാണെന്നാ. ഓനോന്റെ ഉമ്മാനെ കാണാൻ പറഞ്ഞാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാണ്. തിരിച്ചു വരുന്നത് കാണാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടൊന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് മറ്റേ പെണ്ണ് കിട്ടിയതിന് തിരിച്ചെടുത്ത് കണ്ട് അവിടെയാണ് ഞങ്ങൾ കേട്ടത്. ഇതിലാരാ റസിയാബി എന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെയാണ് റസിയാബി. ഇത് ഞങ്ങളെ കുട്ടിയാണ്. ഞങ്ങൾക്ക് ആരുമില്ല. ഫാറൂഖിന് ഞങ്ങളെ കൂടെ പറഞ്ഞേക്കണം. നിങ്ങളെ മാപ്പിളിനെ ഇവിടെ ആരും പിടിച്ചിട്ടില്ല. എന്നോട് തിരിച്ചെടുത്തിട്ടുമില്ല. നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാവോ എനിക്കറിയില്ല. ഒന്നും മനസ്സിലാണില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോ പോന്നത് ഞങ്ങൾ പോവുക. എവിടെ പോയാലും ഉമ്മ നമ്മൾ കാണുക. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫാറൂഖിനെ നമ്മൾ കണ്ടുപിടിച്ചോടക്കിയേ. സക്കീറാക്കാണ്ട് പറഞ്ഞോട്ടെ, സക്കീറാക്ക കാണിച്ചെടുത്തോട്ടെ. ഇല്ല, ഞാൻ ആദ്യം അതൊക്കെ പറഞ്ഞതല്ലേ. ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ അന്നേ പറഞ്ഞ പോലെ കണ്ട കജ്ജും കാലം വെട്ടിക്കൊണ്ടിന്ന് ഞാൻ പറഞ്ഞതല്ലേനോ. ഇനിയും പറയാണ്, എവിടെ കണ്ടാലും ആ കുരിപ്പിനെ തച്ചാണ് കൊന്നോണ്ടി. ആരാണെങ്കിലും അയിമ വരുന്നതൊക്കെ ഞാൻ ഏറ്റു. ജയിലിൽ കിടക്കണ അവിടെ കിടന്ന് ഞാൻ മരിച്ചോളാം. ഈച്ചിഞ്ഞ് ഇത്രയൊന്നില്ലേ? ഓരോ ഓന്റെ ആൾക്കാർ ഇവിടെ വന്നോണു. അല്ല, നിങ്ങളിപ്പോ ഓന്റെ നാട്ടിൽ പോയിന്നാ പറയുന്നുണ്ട് ഫാറൂഖിന്റെ. എന്നിട്ട് ഇപ്പൊ എന്തുപോലെ പറഞ്ഞത്? എളാപ്പാനെ കണ്ടോ? ആ സക്കീറ ഞങ്ങളവിടെ പോയി. പേക്കാട് ആദ്യം പോയത് ഓന്റെ എളാപ്പാന്റെ അടുത്ത് തന്നെയാണ്. എളാപ്പാക്ക് ഓനെ കുറിച്ച് കണ്ടേ ഇജു പറഞ്ഞമാർക്ക് നല്ല അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓനിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ കടം വരുത്തിയും പിന്നെ എന്തൊക്കെ സ്ഥലം വിൽക്കണം എന്നോ പാർക്കിണ്ടീന്ന് 5 സെന്റ് വിൽക്കാൻ മറക്കണം. ഉമ്മാനേറ്റും എന്തൊക്കെ കച്ചറ കാര്യങ്ങളൊക്കെ കൂടിക്കാണ്ടും ഇതൊക്കെ പാടി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഓന്റെ ഉമ്മാന്റെ അടുത്തും പോയി. അപ്പൊ ഇമ്മാന്റെ അടുത്ത് പോയപ്പോഴും ഇതന്നെയൊക്കെ കഥകള്. അപ്പൊ ഇജ് പറഞ്ഞ മാർക്കുള്ളതൊന്നും അല്ല ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ വിവരങ്ങള്. ആ ശരി, അങ്ങനെയാണല്ലേ. ഞമ്മക്ക് തെറ്റ് പറ്റിയോ? പിന്നെ അത് മാത്രല്ല, ഞാൻ വേറെ ചില സംഗതികളൊക്കെ കേട്ടു പോകാനെ കുറിച്ച്. ഞാൻ ഏതായാലും ഫാറൂഖിനെ തെരഞ്ഞുകാണ്ടേ മൂസക്കുട്ടിന്റെ സൂര്യനോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഓരോട് വരട്ടെ. അത് സെക്യൂറൊക്കെ ഞങ്ങൾ അവിടെ ചെന്നു. ഓന്റെ ഉമ്മാനെ കണ്ടു. ഓന്റെ ഇമ്മാന്റെ ഒക്കെ അവസ്ഥ അത് തള്ള പറയണ കേട്ടാ ഞമ്മക്കനോട് ഇടങ്ങാറാ. കാരണം അതിന് ചെലവിനും കൊടുക്കൂല, അതിനെ നോക്കൂല. ആ പെരീക്കന്നെ ഓന് എന്നേലോ എപ്പോഴേലോ പോകുക. ഒക്കെ ഞമ്മക്കൊരു ഇടങ്ങേറ് അതിന്റെ വർത്താനം കേട്ടിട്ട്. എന്താ അതൊക്കെ അവസ്ഥ? നമ്മൾ വിചാരിച്ച മാതിരി അല്ല ഫാറൂഖ് കേട്ടോ. മൂസക്കുട്ടി സുഖം പേരുണ്ട്.
സക്കീറാക്ക ഞങ്ങൾ ആ റൂമിലൊക്കെ നോക്കി ഫാറൂഖിനെ അവിടെ എവിടെയും കാണാൻ ചേട്ടോ എങ്ങിട്ട് ആ അലാക്ക് മുങ്ങി നമുക്കറിയില്ല. ആകെ തെരഞ്ഞു ഞങ്ങള്. ഓനവിടെ കാണില്ല എന്നാ പറഞ്ഞത്. ഇല്ല കാണില്ല, ഞങ്ങൾ ആകെ നോക്കി. എന്നാലേ ഓൻ ചിലപ്പോ മുങ്ങിക്കും. കാര്യങ്ങളൊക്കെ വലിയ പന്തിയില്ലാന്ന് കണ്ടപ്പോഴേ പറിയെടുക്കാനാണ് സാധ്യത. എന്നൊരു കാര്യം ചെയ്യാൻ മുജീബാക്ക, ഈ കാര്യങ്ങൾ നമുക്ക് നാസറാജിനെ വന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾ വണ്ടി എടുത്തോളി വരുന്നല്ലേ. സക്കീറാക്ക എന്താ റിയാസേ? പിന്നെ റസിയാത്താനെ പെരയിൽ കാണാനില്ല. ഞാനിപ്പോ അമ്മായിന്റെ അടുത്ത് പോയി, അവിടേക്കോട്ട് എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ കൊടുകുന്ന് ഫാറൂഖിന്റെ പെണ്ണുങ്ങളും ഒരു കുട്ടിയും ഓലെ കുടുംബക്കാരൊക്കെ പടയെന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അതിനുശേഷം പിന്നെ റസിയാത്തയും കുട്ടി അവിടെ ഇരിക്കുകയും ചെയ്തിരുന്നു. ഓല് പോയി കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ പെരയിന്ന് എങ്ങോട്ടോ പോയി എന്നുള്ളത് സെജിനാബിയും സുറാബി ആരും കണ്ടിട്ടില്ല. എന്തൊക്കെ ഒരു പുടുത്തല്ല. ഞാൻ അതപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഓള് കുട്ടിയെടുത്ത് പോയിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം മുജീബാക്ക, സുഖം മുസക്കുട്ടിയും കൂടി നിങ്ങൾ ഒന്നുണ്ട് അന്വേഷിച്ചാണ്. മുനീറേ വണ്ടി കയറി. താത്തങ്ങട്ടാ? ഞങ്ങളെങ്ങട്ടില്ല, ഞങ്ങൾ ആ കുളത്തിലെറ്റോ. ഇതെടന്നായിരുന്നു? ഞാൻ ആ കുളത്തേക്ക് ചൂണ്ടലിടാൻ പോയതേന്ന് മീൻ പിടിക്കാന്. എന്നിട്ട് മീൻ എവിടെ? ഞാൻ അത് പറഞ്ഞപ്പോഴാ ആലോചിക്കുന്നത് ചൂണ്ടലെടുക്കാൻ മറന്നു. ഞാൻ വീട്ടിൽ പോയി ചൂണ്ടലെടുത്ത് വരട്ടെ. നമ്മളെന്തിനാ അവിടെ വന്നിരിക്കണ? ഈ കുളം കണ്ടിട്ട് പേടിയാവുന്നത്. അമ്മച്ചിന്റെ കുട്ടി പേടിച്ചണ്ട, നമ്മളിവിടെ കുറച്ചു നേരം ഇരിക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവും. പതുക്കെ പോന്നത് ഇപ്പൊ വീകണ്ടോ. ആ ഉണ്ണിയതേ വരുന്നേ. ഉണ്ണിയേജി ഞങ്ങള് റസിയാത്താൻ അവിടെ എവിടെയും കണ്ടോ? റസിയാത്തയും കുട്ടിയും കൂടി ആ കുളത്തിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പ ഓല അവിടെ ഉണ്ടല്ലോ. സൂറാബി ഇപ്പാനെ നോക്കിട്ടോ. എവിടെയാണാവോ തെരഞ്ഞോണ്ട് നടക്കണ്ട്? ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ ഇപ്പൊ ഫോൺ എടുത്തിട്ടില്ല. അല്ല മുജീബാക്ക, നമ്മളിങ്ങനെ എവിടെ പോയി അന്വേഷിക്കാം? പോയിട്ട് സ്ഥലത്തൊക്കെ നമ്മൾ നോക്കിയാലോ. എവിടക്കപ്പോൾ കുട്ടിനെ കൊണ്ട് പോയിട്ടുണ്ടാവുക? സക്കീറ, അന്റെ തറവാട് മരയിലേക്കറ്റ പൊയ്ക്കോ. അങ്ങോട്ട് പോവോ? പറയാൻ പറ്റൂല, ഒന്ന് പോയി നോക്കിയാലോ. ഏതായാലും മുനീർ റിയാസ് ഇപ്പൊ വേറെ വഴിക്ക് പോയിക്കോണല്ലോ അല്ലേ? നമുക്ക് അവിടെ നോക്കിയതായാലും. ഹലോ ഹലോ. ആ സജനാബിയെ പറയാ. എവിടെ? കുളത്തിന്റെ അവിടെ. കല്ലേരിക്കോളോ? കല്ലേരി കുളത്തിന്റെ അവിടത്ത് പോണ് കണ്ടു എന്ന് ആരോ പറഞ്ഞു. പോയി നോക്കിയാ? എന്നാ വണ്ടി എടുത്താണ്. താത്ത ഇങ്ങളത്തെ എവിടെ ഇരിക്കണേ? നീച്ചാളി സിനുവോ നീച്ച്. താത്ത നീച്ച് എത്ത എവിടെ ഇരിക്കണേ? നീച്ച്. എത്തുമ്പോ താത്ത ഇവിടെ ഇരിക്കണ്, ഞങ്ങളെ ബേജാറാക്കണ്. എന്തിനാ എന്നോട് പറഞ്ഞോ. ഇല്ല, ഞാൻ കുടിയേക്ക് പോകാം. ഒന്നുമില്ല ജീവേ. ഒന്നുമില്ല സെക്യൂരാക്ക. താത്ത നമ്മളെ പേടിപ്പിച്ചാൽ മാണ്ടി അവിടെ പോയി കുത്തറിനാണ് എത്ത താത്തങ്ങൾ കാട്ടിയത്. ഞങ്ങൾ സെക്യൂരാക്കിയെ പേടിച്ചില്ലേ? എത്ത സെക്യൂരാക്കാക്ക് പേടി? ഞാൻ ജീവിച്ചാലും മത്സരത്ത് സെക്യൂരാക്കാക്ക്. ഞാനൊന്നും പറയണ്ട, ഒക്കെ കളഞ്ഞു തെളിഞ്ഞു എന്നാണ് വിചാരിച്ചാ മതി. ഇനി സക്കീറും റസിയാബിയും പറഞ്ഞ ഒന്നും ഇവിടെ ഓരോ അഭിപ്രായം കേൾക്കണ്ട. ഞാനും ബാത്തുമാണ് തീരുമാനിച്ചു. അതന്നെ ഇനി പെട്ടെന്ന് പോലെ നീക്കാൻ കഴിച്ചോ. അതന്നെ അത് നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യം. ഇതിലിപ്പോ മൂത്തൊരു കാരണവന്നുള്ള എൽക്കേ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. അതിനൊട്ടും വൈകിക്കും വേണ്ട. ഇന്നാരും കെട്ടും വേണ്ട, ഇന്നാരും കെട്ടിച്ചും വേണ്ട. ഞാൻ എന്റെ കുട്ടി ആർക്കും ഒരു ശല്യാവാതെ എങ്ങനെയും ജീവിച്ചോണ്ട്. അത് റസിയാബിയെ, നമ്മള് വിചാരിച്ച പോലല്ല വന്നത്. നമുക്കിതിൽ എവിടെയോ ഒരു തെറ്റ് പറ്റിയും. ഞമ്മക്കല്ല തെറ്റിട്ടുണ്ട്, നിങ്ങൾക്കാണ്. മസീനോ സജനാബി സൂറാജ് താത്താന്റെ പോയിക്കാണി നടന്നുട്ടാണി. നമുക്കും പോകല്ലേ? ആ പോകഞ്ഞി. ആരാ അത്? സക്കീറാക്ക, മുജീബാക്ക, എന്താ പ്രശ്നം ഇവിടെ? പ്രശ്നത്തില്ല. ഇവിടെ ഇങ്ങനെ
ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അത് ഓരോ കുട്ടികളെ വന്നേനു. അത് കുഴപ്പമൊന്നുമില്ല, വെറുതെ പേടിച്ചോന്നുള്ളൂ. രാവിലെ വന്നത് ആരാണ്? അതെന്റെ അപ്പച്ചിന്റെ പെണ്ണുങ്ങളും കുട്ടിയാണോലോ. ഇത് കണ്ടില്ല എന്റെ അതേപോലത്തെ കുട്ടി തന്നെ. എത്ര താത്ത ഇവിടെ ഒറ്റക്ക് ഇരിക്കണേ? നീ ചാളി പോരാ കൊന്നാളി ചോറുന്നാന് വാസിനോ അല്ലെങ്കിലേ എന്ന് പേടിപ്പിച്ചതാണ്. എന്നിട്ട് ഇവിടെ പിന്നെ ഇവിടെ ഒറ്റക്ക് വന്ന് കുത്തിറക്കുക. സിനോവാ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങനെ ബേജാറാണത്? ഞാൻ എന്തായാലും സിനുവിനേറ്റ് വെറുതെ ഇരുന്നപ്പോ ആ കുളത്തിന്റെ അകത്ത് പോയിരുന്നതേനു. നിങ്ങൾ വിചാരിച്ചിന് പോരെന്നല്ല. എന്തായാലും ഞാൻ എന്റെ കുട്ടിക്കും വേണ്ടി ജീവിച്ചല്ലേ പറ്റുള്ളൂ. താത്ത നിങ്ങൾ എന്തിനാ അവിടുന്ന് സക്കീറാക്കാനോട് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയണ്ടില്ലായിരുന്നു. സക്കീറാക്കാക്ക് എന്തൊരു സങ്കടം അയക്കണ്. സക്കീറാക്കാക്ക് സങ്കടം, സക്കീറാക്കാക്ക് മാത്രല്ലേ ഇപ്പൊ ഈ സങ്കടമുള്ളൂ. ഞമ്മക്കാർക്കും ഇപ്പൊ സങ്കടമൊന്നുമില്ലല്ലോ. സക്കീറാക്കാനോടേ അത്രയെങ്കിലും പറയണ്ടേ. താത്ത ഇത് ആരും കുറ്റൊന്നും അല്ലല്ലോ ഇപ്പൊ ഇത്. സക്കീറാക്കും കരുതിയിട്ടില്ലല്ലോ ഇപ്പൊ ഇത്. സിനുവിന്റെ അപ്പച്ചി ഇങ്ങനെയൊക്കെ കാട്ടുന്ന്. അല്ല നിങ്ങൾ എന്താ ഇവിടെ വർത്താനം പറഞ്ഞിരിക്ക? അമ്മായിന്റെ അവിടെ വന്നിക്കണു. താത്താ എന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ചെല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കും. വരിയാത്ത അവിടെ നടക്കി വരിയാത്ത പതുമോ ഒറ്റയ്ക്ക് പോന്ന് ചന്തിക്ക്. സക്കീർ പോന്നിട്ടില്ലേ? സക്കീർ പോന്നിട്ടൊന്നുമില്ല. ഞാൻ മൂസക്കുട്ടിനും കൊണ്ടാ പോകുന്നത്. ഇച്ച് റസിയാബീനെ ഒന്ന് കാണണം. അതിനെ മാണ്ടിക്കാണ്ട് പോന്നിക്കാ ഞാന്. അവളോട് കുറച്ച് വർത്താനം ചോദിച്ചാനും പറയാനൊക്കെ ഉണ്ട്. ഓല ഒത്തുണ്ടല്ലോ. റസിയാബിയാ മാണ്ടാക്ക ഇജ്ജ് വിളിച്ചണ്ട, ഞാൻ ഓളെ പോയി കണ്ടോളാം. ഇച്ചോളൊന്ന് കാണണം. അമ്മയ്യ എന്നിട്ട് ഈ നേരത്തെ പോകുന്നത് ഇച്ച് അന്നൊന്ന് കാണണം വെച്ചിട്ട്. എന്തിനാ അമ്മയ്യേ? നിങ്ങൾക്കൊന്ന് വിളിച്ചാ പോരെ? ഞാൻ അങ്ങോട്ടേക്ക് വരൂലേ നാളെ രാവിലെ? സക്കീർ വന്നാണ്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതിപ്പോ സക്കീറിന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. ഒക്കെ പഠിച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് വരുന്ന ഇതല്ലേ. ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് അനുഭവിച്ചുണ്ട് എന്നുള്ളത് റബ്ബിന്റെ അടുത്തല്ലേ ഉള്ളൂ. പിന്നെ ഇജ് എന്താ എൻ്റെ തീരുമാനം എന്നൊന്ന് പറഞ്ഞോണ്ടാ, എന്നിട്ട് വേണം അമ്മായിക്ക് അതിനനുസരിച്ച് ഒരു ഇതെടുക്കാൻ. അതമ്മായിയെ ഞാൻ അപ്പത്തെ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ സക്കീറാക്കാനോട് ആരോടും എനിക്കൊന്നുമില്ല. ഇന്നെ ഇങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചപ്പോഴേ എൻ്റെ മനസ്സുങ്ങളും ആരും കണ്ടില്ല. അതിലത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളും ഇപ്പൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ സമ്മതിച്ചോളാം. പതുമോ ഇനി കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു കണക്കിന് പഠിച്ചോ നമ്മളെ കാത്തതാണ്. ആ കള്ള ബലാല് നമ്മളെല്ലാരും കൂടി കൊടുക്കാനുള്ള പരിപാടിയില്ലേനോ? ഇവിടെ കുത്തർന്നോ? അവിടെ ഇരുന്നോ. പിന്നെ ഞാനും ഇപ്പൊ അതിനെ പറയണ്ട്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അത് നല്ലതിനാണ് നട് കൂട്ടിയാണ്ടേ ഞമ്മക്ക് ഓരോ നിക്കാട് കഴിച്ചണം. ഇജ്ജ് പോയാണ്ട് നമ്മള് ഉസ്താദിനെ കണ്ടാണ്ട് നല്ലൊരു ദിവസം കണ്ടുവച്ചാണ്ട് വരുവണ്ടി. അത് നമുക്ക് ഈ നോമ്പിന് മുന്നേ തന്നെ അതാണ് നടത്തണം. അതാണ് ഇച്ച് പറയാനുള്ളത്. എന്റെ മനസ്സിൽ അതാണ്. മാറി ആരും ഇല്ലല്ലോ ഇപ്പൊ നമുക്ക്, നമ്മളെന്നല്ലേ ഉള്ളൂ. വേറെ ആരോടും ചോദിച്ചാലും പറയാനും ഒന്നുമില്ല. നമ്മൾ അത് തീരുമാനിച്ച അതാണ് നടത്തുക. അമ്മക്ക് ചോറപ്പിക്കാണേ നേരെ എത്രങ്ങാനും അയക്കണു. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. മാണ്ടാക്ക അവിടെ മൂസക്കുട്ടി ഉണ്ട് കാത്തിക്കണു. പിന്നെ ആണെങ്കിൽ സക്കീർ ഞാൻ ചെന്നിട്ടേ ചോറുന്നുള്ളൂ. അപ്പൊ ഞാൻ അത് ഇറങ്ങട്ടെ. റസിയാബിയെ കുട്ടികളൊക്കെ തിന്നുണ്ട്. ഞാന് പോയോട്ടെ കാക്കന്നാല് നോക്കിട്ടെന്നാല്. എന്നിട്ട് വേണം ഞമ്മക്ക് ഒരു തീരുമാനമായി കിട്ടാൻ. അല്ല പള്ളിന്റെ അടുത്തുള്ളേ കോട്ടേഴ്സിലൊക്കെ ആളുകളൊക്കെ ഫുള്ളായിക്കോണോ? മുജീബ് അതിന്റെ കോട്ടേഴ്സിൽ ഫുള്ളാണ്, ഒക്കെ ബംഗാളികളാണ്. പക്ഷെ ബംഗാളികൾ താമസിക്കുമ്പോൾ അതിന്റെ അയലോക്കാർക്ക് കുറേശ്ശെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഒഴിവാക്കിയിട്ടേ ഫാമിലി കോട്ടേഴ്സ് ആക്കണം. അതിന് ആദ്യം അതൊന്ന് പെയിന്റ് ഒക്കെ അടിച്ചങ്ങാണ്ട് ഒന്ന് റെഡിയാക്കാണ്ട് അതിനിപ്പോ എന്തായാലും സുഖം. എത്ര ദിവസമായി ഞാൻ പറിച്ചിൽ തുടങ്ങിയിട്ടെന്നോ. ഇത് ആ സക്കീറിന്റെ ബാക്കിൽ നിന്ന് വേറിട്ടിട്ട് വേണ്ടേ ഇതിനൊക്കെ നേരം. ഏതായാലും ഇപ്പൊ സക്കീർ ഇനിയിപ്പോ പോകാൻ തീരുമാനിച്ചോളൂ. സുഖോ ഇനിയെങ്കിലും വന്നുങ്ങാണ്ട് അതൊന്ന് പെയിന്റ് അടിച്ചുകൊണ്ടാ. അത് സുഖം ആചാരാക്കാരനമായിരിക്കേ. സെക്യൂറും ഓലൊക്കെ വന്ന ആളെ പോവാണേ. ഇജന്റെ പണിയും കാറുകാരും എന്താ വെച്ചാ നോക്കിക്കോ. അതിനിപ്പോ വന്നിട്ട് വേണ്ടി വരും. പിന്നെ ഇപ്പോ സെക്യൂർ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് മൂസക്കുട്ടിന് പോകാനൊക്കെയാണ്. പിന്നെ ഇതിലേ ആചാരക്ക ഇതിപ്പോ നമുക്കൊരു കാര്യത്തിന് സന്തോഷമായത് എന്താ അറിയോ? ഒക്കെ നല്ല രൂപത്തിലെ ആ സെക്യൂറിന്റെ വിചാരിച്ച മാരിക്കാനായി. ഇപ്പൊ ഓനെ ആ കുട്ടികളെയും ഉമ്മാനെ എല്ലാരും കൊണ്ടുപോവാണേനും. അൽഹംദുലില്ലാ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു അതേന്നു നല്ലൊരു ഓൻ്റെ അതില് കാണണം എന്നുള്ളത്. അത് ഏതായാലും വേണ്ട മാരിക്കായി.
ആ സെക്യൂർ ഇപ്രാവശ്യം പോകുമ്പോ ഫാമിലിയായിട്ടാണ് പോണത് അല്ലേ? അതേതായാലും നന്നായി. ആ കാതറാക്കാന്റെ ബുദ്ധിമുട്ടൊന്നും തീരുമല്ലോ. എന്താണെങ്കിലും നന്നായി ഏതായാലും. ആ അതാ നിക്കണു നമ്മളെ മൂസക്കുട്ടിയെ ഇജ്ജ് ഒന്നിട്ട് വാവേ. സെക്യൂറാക്കേണ്ടി തന്നെ ഉമ്മ ഇനി എന്തേലും വാങ്ങാണ്ടെങ്കിലേ വാങ്ങിക്കോളി. നാളെ ഇനി ഒന്നും നേരം കിട്ടൂല കേട്ടോ. വാങ്ങണടി എനിക്ക് വേണ്ട മയ്യ, ഞാൻ ഇന്നലെ വാങ്ങിയ ചെരുപ്പ് അതും കൂടെ ശരിയാണോ? ഇനി എന്തേലും വാങ്ങണോ? ഓൾ കടന്ന് നമുക്ക് അത് വാങ്ങിക്കൊടുക്കാം. തന്നെ പിന്നെ റസിയാബിയെ വലിയാക്ക നാളെ രാവിലെ വരുമല്ലേ കുട്ടികളൊക്കെ? ആ ഓല് വരാന്ന് പറഞ്ഞു. അമ്മായി നമുക്ക് ഓൾക്ക് ആ കടയിൽ നിന്ന് ഒരു കുപ്പായ എടുക്കാട്ടോ. നിങ്ങളിവിടെ നിക്കട്ടോ, വണ്ടി കയറിക്കോളി, നമുക്ക് അപ്പുറത്ത് വാങ്ങാം. വണ്ടി കയറി മൂസക്കുട്ടി കൊടുത്തു പോയി. മൂസക്കുട്ടിയെ ആ എല്ലാരും ഉണ്ടല്ലോ. അസ്സലാമലൈക്കും. ആ സെക്യൂറെ നാളെ പോവാണല്ലേ? ഫാമിലി ആയിട്ടാ പോണല്ലേ? ഞാൻ ഇപ്പൊ മുജീബ് പറഞ്ഞപ്പോഴാ അറിയുന്നത്. അതാ ചേക്കാ ഇൻഷാല്ലാ നാളെ പോണമെന്നുണ്ട്. ഈ പ്രാവശ്യമേ ഉമ്മാനെയും കൊണ്ടുപോകുന്നുണ്ട്, റസിയാബിയും കുട്ടി അതുകൊണ്ട്. പിന്നെ ഈ റംസാനെ ഞങ്ങൾ അവിടേക്ക് കയറും ഇൻഷാല്ലാ. അപ്പൊ മുജീബാക്ക നിങ്ങള് നാളെ രാവിലെ ഉണ്ട് എത്തിട്ടോ. ആയിക്കോട്ടെ, ഞാൻ വരാം. പിന്നെ സുഖോ അപ്പൊ കാര്യങ്ങള് മൂസക്കുട്ടിന്റെ ഒപ്പം ഒന്ന് കൂടി കൊടുക്കണം. മുന്നേറെ ഞങ്ങൾ പോയിട്ടാ വരട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ശരി കേട്ടോ.